Dear friends, welcome back to IRC Digital Learning Platform. Theodolite surveying എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കുറച്ച് ലൈൻസും അതിൻ്റെ പാർട്സും ആണ് നമ്മൾ നോക്കിയത്. ഓക്കെ, ഇന്ന് അതിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഭാഗമാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, നമ്മൾ ഏതുവരെ പഠിച്ചു? നമ്മുടെ തിയോഡലൈറ്റിൻ്റെ പാർട്സ് ഒക്കെയാണ് പഠിച്ചത് അല്ലേ? ഓക്കെ, സർക്കിള്, വെർട്ടിക്കൽ സർക്കിള്, അതിൻ്റെ ടെലിസ്കോപ്പ്, സ്റ്റാൻഡേർഡ് ഓർ എ ഫ്രെയിം, പിന്നെ നമ്മൾ അതിൻ്റെ 2 സർക്കിൾസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അതിൻ്റെ ലെവലിംഗ് ഹെഡിൻ്റെ അസംബ്ലിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൻ്റെയൊക്കെ വിശദീകരിച്ചാണ് നമുക്കിന്ന് നോക്കാനുള്ളത്. ഓക്കെ, ശരി, നമുക്കിന്ന് ഡീൽ ചെയ്യാനുള്ളത് ഫസ്റ്റ് വൺ. എന്തിനാണ് നമ്മൾ തിയോഡലൈറ്റ് യൂസ് ചെയ്യുന്നത്? തിയോഡലൈറ്റ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ആംഗുലാർ മെഷർമെൻറ്റ്സിന് അല്ലേ? ആംഗുലാർ മെഷർമെൻറ്റ്സിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തിയോഡലൈറ്റ് യൂസ് ചെയ്യുന്നത്. ഏതൊക്കെ ആംഗിൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും? ഫസ്റ്റ് വൺ ഈസ് ഹൊറിസോണ്ടൽ ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് വെർട്ടിക്കൽ ആംഗിൾസ്. ഈ 2 ആംഗിൾസാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? തിയോഡലൈറ്റ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഹൊറിസോണ്ടൽ ആംഗിൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, മെഷർമെൻറ്റ് ഓഫ് ഹൊറിസോണ്ടൽ ആംഗിൾ അതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഇന്ന് ഡീൽ ചെയ്യാനുള്ളത്. ശരി, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഹൊറിസോണ്ടൽ ആംഗിൾ? OAB എനിക്ക് എന്ത് ചെയ്യണം? ഈ ആംഗിൾ Oനെയാണ് എനിക്ക് മെഷർ ചെയ്യാനുള്ളത്. എന്താണ് ഹൊറിസോണ്ടൽ ആംഗിൾ? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള ആംഗിളാണ് എന്ത്? ഹൊറിസോണ്ടൽ ആംഗിൾ. സോ ഇതെന്ത് വ്യൂ ആണ്? പ്ലാൻ വ്യൂ അല്ലേ? ഓക്കെ, നമ്മൾ എങ്ങനെ ചെയ്ത് കഴിഞ്ഞ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? നമുക്ക് 2 സർക്കിളാണുള്ളത് അല്ലേ? ആംഗിൾ മെഷർ ചെയ്യാനായിട്ട് നമുക്ക് ഒരു അപ്പർ സർക്കിളുമുണ്ട്, ഒരു ലോവർ സർക്കിളുമുണ്ട്. ലോവർ സർക്കിളുമുണ്ട് അല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം ഡയഗ്രാം ഒക്കെ വരച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ മുകളിൽ ഒരു സർക്കുലർ പ്ലേറ്റ് ഉണ്ട്, അപ്പർ സർക്കുലർ പ്ലേറ്റ് ഉണ്ട്, അതിൻ്റെ അടിയിലൊരു ലോവർ സർക്കുലർ പ്ലേറ്റ് ഉണ്ട്. ഓക്കെ, ലോവർ സർക്കുലർ പ്ലേറ്റ് ഔട്ടർ ആക്സിസുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്, അപ്പർ എന്താണ്? ഇന്നർ ആക്സിസുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്തായിരുന്നു? കഴിഞ്ഞ ദിവസം ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ശരി, അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ആ 2 സർക്കുലർ പ്ലേറ്റ്സിനെ കുറിച്ചാണ് നമുക്ക് നോക്കാനുള്ളത്. നോക്കിയേ, ഇതാണ് എന്തിൻ്റെ? ലോവർ പ്ലേറ്റ്. ഓക്കെ, ലോവർ സർക്കുലർ പ്ലേറ്റ് അഥവാ മെയിൻ സ്കെയിൽ പ്ലേറ്റ് എന്ന് പറയും. ഇതെന്താണ്? അപ്പർ അഥവാ വെർനിയർ പ്ലേറ്റ്. ഞാൻ ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ ലോവറിനെ പിടിച്ച് എയിലേക്ക് നോക്കി ഇങ്ങനെ നിർത്തണം. എന്നിട്ട് എന്ത് ചെയ്യണം? അപ്പറിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കറക്കിയിട്ട് നമ്മുടെ ബിയിലേക്ക് നോക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഹൊറിസോണ്ടൽ ആംഗിൾ കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ശരി, അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ശരി, ഇവിടെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ള നമുക്ക് 2 പ്ലേറ്റുകളാണുള്ളത്. ഓക്കെ, ലോവർ പ്ലേറ്റും ഉണ്ട്, ഒരു അപ്പർ പ്ലേറ്റും ഉണ്ട്. 2 പ്ലേറ്റുകളാണുള്ളത്. ലോവർ പ്ലേറ്റിലാണ് എന്തുള്ളത്? മെയിൻ സ്കെയിലുള്ളത്. ഓക്കെ, ലോവർ സർക്കുലർ പ്ലേറ്റിൽ എന്തുണ്ട്? മെയിൻ സ്കെയിലുണ്ട്. ഓക്കെ, ലോവറിൽ എന്തുണ്ട്? മെയിൻ സ്കെയിലുണ്ട്. അതിന് മുകളിലാണ് എന്തുള്ളത്? അപ്പർ പ്ലേറ്റ്. അതിലാണ് എന്തുള്ളത്? വെർനിയർ സ്കെയിൽ ഉള്ളത്. നോക്കിയേ, ഇവ തമ്മിൽ കറങ്ങിയാൽ മാത്രമേ എനിക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് റീഡിങ്ങുകൾ വായിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇവ തമ്മിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? റീഡിങ് വായിച്ചെടുക്കാൻ പറ്റൂ. സോ ഇതിനെ റൊട്ടേറ്റ് ചെയ്യാനും ടൈറ്റ് ചെയ്യാനും നമുക്ക് എന്തുണ്ട്? കുറച്ച് ക്ലാമ്പിംഗ് സ്ക്രൂസ് ഉണ്ട്. ക്ലാമ്പിംഗ് സ്ക്രൂസ്. ഓക്കെ, നമുക്ക് എത്ര പ്ലേറ്റ് ഉണ്ട്? 2 പ്ലേറ്റ് അല്ലേ? ഒന്ന് ഏതാണ്? അപ്പർ. സോ എനിക്ക് ആദ്യത്തെ സ്ക്രൂവിൻ്റെ പേരാണ് അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ. ഓക്കെ, രണ്ടാമത് എനിക്ക് എന്താ? ലോവർ പ്ലേറ്റ് ഉണ്ടല്ലേ? സോ അതിനെ പറയുന്ന പേരാണെന്ത്? ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂ. ക്ലാമ്പിംഗ് സ്ക്രൂ എന്ന് പറഞ്ഞാൽ എന്താ? ക്ലാമ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്ക്രൂ. നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഇവിടെ ഒരു ലോവറും ഉണ്ട്, മുകളിലൊരു അപ്പറും വെച്ചിട്ടുണ്ട്. ഓക്കെ, ശരി, 2 ഒരേ കളർ തന്നെ. അപ്പർ എന്താണ്? ബ്ലൂ കളറാണ്. ലോവർ എന്താണ്? ബ്രൗൺ കളറാണ്. നോക്കിയേ, ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂ അറ്റാച്ച്ഡ് ടു ലോവർ പ്ലേറ്റ്. ഓക്കെ, ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂ ഇസ് അറ്റാച്ച്ഡ് ടു ലോവർ പ്ലേറ്റ്. ഓക്കെ ആണല്ലോ?
ലോവർ പ്ലേറ്റിന് കറങ്ങാൻ പറ്റും. ഞാൻ ആ ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂ ടൈറ്റ് ചെയ്താൽ പിന്നെ ലോവർ പ്ലേറ്റിന് കറങ്ങാൻ പറ്റില്ല. വളരെ സിമ്പിളാണ്. ലോവർ ക്ലാമ്പ് ടൈറ്റ് ചെയ്താൽ ലോവർ പ്ലേറ്റ് കറങ്ങില്ല. ഓക്കെ, ലോവർ ക്ലാമ്പ് ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് സംഭവിക്കുന്നു? ലോവർ പ്ലേറ്റ് കറങ്ങുന്നു. ലോവർ പ്ലേറ്റ് ഏതാണ്? ബ്രൗൺ പ്ലേറ്റ്. ലോവർ പ്ലേറ്റ് കറങ്ങുന്നു. അതിൻ്റെ മുകളിലുള്ള നീല കറങ്ങുന്നുണ്ട്. തൽക്കാലം അതവിടെ നിൽക്കട്ടെ. നിങ്ങളിപ്പോൾ ബ്രൗൺ മാത്രം നോക്കിയാൽ മതി. ബ്രൗൺ പ്ലേറ്റ് കറങ്ങുന്നു, ലോവർ പ്ലേറ്റ് കറങ്ങുന്നുണ്ട്. ഓക്കെ, ഞാൻ ലോവർ ക്ലാമ്പ് സ്ക്രൂ ടൈറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യില്ല? ലോവർ പ്ലേറ്റ് കറങ്ങില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി എന്താണ് അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ഈസ് അറ്റാച്ച്ഡ് ടു അപ്പർ പ്ലേറ്റ്. നോക്കിയേ, ഇനി നിങ്ങൾ ലോവറിൽ തൽക്കാലം നോക്കണ്ട. എൻ്റെ ബ്ലൂ പ്ലേറ്റ് ആണ് എന്ത്? അപ്പർ പ്ലേറ്റ്. ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ കറങ്ങാൻ പറ്റുന്നുണ്ടല്ലേ? സോ ഇപ്പോൾ എന്താണ്? അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ടൈറ്റ് ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ പോവാണ്. അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല? അപ്പർ അനങ്ങില്ല. ഏത് ക്ലാമ്പിംഗ് സ്ക്രൂ ടൈറ്റ് ചെയ്യുന്നോ ആ പ്ലേറ്റ് പിന്നെ അനങ്ങില്ല. അത്രേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഏതാണ്? ഏത് ക്ലാമ്പിംഗ് സ്ക്രൂ ഞാൻ ടൈറ്റ് ചെയ്യുന്നോ ആ പ്ലേറ്റ് പിന്നീട് അനങ്ങില്ല. ഓക്കെ ആണല്ലോ? ശരി, എന്താ നോക്കിയേ, ഞാനിപ്പോൾ അപ്പറും ലോവറും ടൈറ്റ് ചെയ്തു. അപ്പറും അനങ്ങില്ല, ലോവറും അനങ്ങില്ല. ഓക്കെ ആണല്ലോ? അതുപോലെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? ലോവർ ലൂസ് ചെയ്തു. അപ്പം എന്ത് സംഭവിക്കുന്നു? ലോവർ കറങ്ങുന്നു. ഇതാ നോക്കിയേ, ലോവർ കറങ്ങുന്നു. നോക്കിയേ, ലോവറിൻ്റെ മുകളിലാണ് എൻ്റെ അപ്പർ പ്ലേറ്റ് ഉള്ളത്. സോ ലോവർ കറങ്ങുന്നത് പോലെ അപ്പറും കറങ്ങുന്നു. വിച്ച് മീൻസ് റിലേറ്റീവ് മോഷൻ ഇല്ല. ഓക്കെ, റിലേറ്റീവ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിനെ വെച്ച് മറ്റൊന്ന് കറങ്ങില്ല. ഇതാണ് റിലേറ്റീവ് മോഷൻ. അത് സംഭവിക്കില്ല. ഓക്കെ, അപ്പർ ഞാൻ ടൈറ്റ് ചെയ്തു, ലോവർ ഞാൻ ലൂസ് ചെയ്താൽ എന്ത് ചെയ്യും? ലോവർ കറങ്ങും, അതിൻ്റെ മുകളിലുള്ള അപ്പറിനെയും അതുപോലെ കൊണ്ട് കറങ്ങും. ഓക്കെ ആണല്ലോ? ശരി, അടുത്തത് ഞാൻ എന്ത് ചെയ്തു? ലോവറിനെ ഞാൻ ടൈറ്റ് ചെയ്തു. അപ്പറിനെ ഞാൻ ലൂസാക്കി. നോക്കിയേ, ലോവർ ഇനി കറങ്ങില്ല, ലോവർ ടൈറ്റ് ചെയ്തു. പക്ഷെ എന്ത് സംഭവിക്കുന്നു? അപ്പറിനെ ഞാൻ ലൂസാക്കി, അപ്പറിന് കറങ്ങാൻ പറ്റും. കണ്ടോ? ഇതാ നോക്കിയേ, അപ്പം എങ്ങനെ? ലോവർ അങ്ങനെ ഇരിക്കുന്നു, അപ്പർ കറങ്ങുന്നു. കണ്ടോ? ഇതാണ് ആ ഒരു പ്രത്യേകത. ഇനി ഒരു പോസിബിലിറ്റി ഉള്ളത്, രണ്ടും ലൂസാക്കുകയാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും കറങ്ങാൻ പറ്റും. ഓക്കെ ആണല്ലോ? ശരി, അതാണെന്ത്? ക്ലാമ്പിംഗ് സ്ക്രൂകളുടെ പ്രത്യേകത. ഇനി ഇതാ നോക്കിയേ, ഇതിൻ്റെ കൂടെ രണ്ട് ആൾക്കാർ കൂടിയുണ്ട്. ഒന്ന് അപ്പർ ടാൻജന്റ് സ്ക്രൂ, രണ്ടാമത്തെ എന്താണ്? ലോവർ ടാൻജന്റ് സ്ക്രൂ. നോക്കിയേ, എപ്പോഴാണ് നമ്മൾ ടാൻജന്റ് സ്ക്രൂ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ക്ലാമ്പ് സ്ക്രൂകൾ ഞാൻ ടൈറ്റ് ചെയ്തു. ഓക്കെ, ക്ലാമ്പ് സ്ക്രൂ ടൈറ്റ് ചെയ്തതിന് ശേഷം അവിടെ ചെറിയ ഒരു മൂവ്മെൻറ്റ്, ഫൈനായിട്ടൊരു മൂവ്മെൻറ്റ് എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ, നോക്കിയേ, ഞാനിപ്പോൾ എൻ്റെ ക്ലാമ്പ് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഡയറക്ഷനിലോട്ട് ഞാൻ ക്ലാമ്പ് സ്ക്രൂ ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എനിക്കിത് അതിൻ്റെ കുറച്ചപ്പുറത്തേക്ക് ഇതിനൊന്ന് മാറ്റണം. വളരെ ചെറിയ ഒരു ഡീവിയേഷൻ എനിക്ക് കൊണ്ടുവരണം. അപ്പോൾ ഞാൻ ക്ലാമ്പ് ലൂസ് ചെയ്യുകയാണെങ്കിൽ അതങ്ങ് കൂടിപ്പോവും, ആ ഒരു ഡീവിയേഷൻ കൂടിപ്പോവും. അപ്പം എന്ത് ചെയ്യണം? ക്ലാമ്പ് ടൈറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ടാൻജന്റ് സ്ക്രൂവിനെ കറക്കുന്നു. എന്താണ് ടാൻജന്റ് സ്ക്രൂവിനെ കറക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിൽ ചെറിയ ഒരു ഡീവിയേഷൻ ഉണ്ടാകുന്നു. ഓക്കെ, ഫോർ ഫൈൻ അഡ്ജസ്റ്റ്മെന്റ്. ഫൈൻ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ടാൻജന്റ് സ്ക്രൂ യൂസ് ചെയ്യുന്നത്. നോക്കിയേ, അപ്പോൾ അപ്പർ ടാൻജന്റ് എന്തിനായിരിക്കും? അപ്പർ ടാൻജന്റ് സ്ക്രൂ എന്ന് പറയുമ്പോൾ ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് അപ്പർ പ്ലേറ്റ് അഥവാ വെർനിയർ പ്ലേറ്റ്. അപ്പോൾ ലോവർ ടാൻജന്റ് സ്ക്രൂ എന്തിനായിരിക്കും? ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ലോവർ പ്ലേറ്റ്. ലോവർ പ്ലേറ്റിൻ്റെ മറ്റൊരു പേരെന്തായിരുന്നു? നമ്മുടെ മെയിൻ സ്കെയിൽ പ്ലേറ്റ് അല്ലേ? ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യം, ടാൻജന്റ് സ്ക്രൂ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ
നമ്മുടെ ക്ലാമ്പിംഗ് സ്ക്രൂകളെല്ലാം ടൈറ്റൻ ആയിരിക്കണം. ഓക്കെ, ടാൻജൻറ്റ് സ്ക്രൂസ് ഷുഡ് യൂസ് ആഫ്റ്റർ ടൈറ്റിംഗ് the clamping screws. ഓക്കെ, അപ്പർ ടാൻജൻറ്റ് സ്ക്രൂ യൂസ് ചെയ്യുന്നതിന് മുമ്പേ അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ടൈറ്റ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത്രയാണ് എന്ത് നമുക്ക് ടാൻജൻറ്റിൻ്റെയും ക്ലാമ്പിൻ്റെയും ആ ഒരു യൂസ് വരുന്നത്. ഇനി ഇതാ നോക്കിയേ, നമുക്ക് മെഷർ ചെയ്യാനുള്ളതിലേക്ക് വരാം. ഇതാണ് എൻ്റെ ഹൊറിസോണ്ടൽ ആംഗിൾ അല്ലേ, ഹൊറിസോണ്ടൽ ആംഗിൾ OAB. ഇനി ഇതാ നിങ്ങൾ തന്നെ പറ, എനിക്ക് എങ്ങനെ ഇത് അളക്കാൻ പറ്റുക? ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ രണ്ട് ക്ലാമ്പും അപ്പറും ലോവറും. ടാൻജൻറ്റിനെ കുറിച്ച് നമ്മളിന്ന് സംസാരിക്കില്ല. കാരണം എന്താ, ടാൻജൻറ്റ് എന്ന് പറയുന്ന ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റിന് ഏറ്റവും അവസാനം കൊടുക്കുന്ന പ്രിസിഷൻ അല്ലെങ്കിൽ ആക്യുറസി കൂട്ടാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു പരിപാടിയാണ് എന്ത്, ഈ ടാൻജൻറ്റ് സ്ക്രൂ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാമ്പിംഗ് സ്ക്രൂ, അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂവിനെയാണ് ഇനി അപ്പർ എന്ന് നമ്മൾ പറഞ്ഞു പോണത് കേട്ടോ. ഞാൻ നോക്കിയാൽ ഇപ്പം അപ്പറും ലോവറും, അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂവും ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂ എന്താണ്, ലൂസറാണ്. എങ്ങനെ വേണമെങ്കിലും കറങ്ങാം. ശരി, ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ അപ്പർ ടൈറ്റ് ചെയ്തു. സോ ഇനി എന്ത് ചെയ്യില്ല, ഇനി ഇത് കറങ്ങില്ല. സോ ഫിക്സ്ഡ് ആയി. പക്ഷെ എന്ത് ചെയ്യുന്നു, ലോവർ ലൂസാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ തിയോഡലൈറ്റിനെ കൊണ്ട് ഇവിടെ വയ്ക്കുന്നു. തിയോഡലൈറ്റിനെ കൊണ്ട് ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇവിടെയാണ് എൻ്റെ സീറോ വരുന്നത്. ഓക്കെ, നമ്മുടെ ലോവർ പ്ലേറ്റിലാണ് മെയിൻ സ്കെയിലുള്ളത്, നമുക്കറിയാം. ലോവർ പ്ലേറ്റിലാണ് മെയിൻ സ്കെയിലുള്ളതെന്നറിയാം. മെയിൻ സ്കെയിലിൻ്റെ സീറോ റീഡിങ് ഈ ഡിറക്ഷനിലാണ്. ലോവർ സ്കെയിലിൻ്റെ സീറോ എന്ന് പറയുന്നത് ഈ ഡിറക്ഷനിലാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ലോവർ ലൂസാക്കി വെച്ചിരിക്കുക. ലോവർ ലൂസാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യം എൻ്റെ ടെലിസ്കോപ്പ് വെച്ച് ഞാൻ ലോവർ ലൂസാക്കിക്കൊണ്ട്, ലോവർ ലൂസായാലും ഇത് കറങ്ങത്തുള്ളൂ. ലോവർ ഞാൻ ലൂസാക്കിക്കൊണ്ട് ഞാൻ എവിടെ നോക്കുന്നു, എയിലേക്ക് നോക്കുന്നു. എയിലേക്ക് നോക്കി, കണ്ടോ? ഇപ്പോൾ എൻ്റെ ലോവറിൻ്റെ മെയിൻ സ്കെയിലിൻ്റെ സീറോ റീഡിങ് എവിടേക്ക് നോക്കിയിരിക്കുക, എയിലേക്ക് നോക്കിയിരിക്കുകയാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ലോവർ ടൈറ്റ് ചെയ്തു. ഇനി എൻ്റെ ലോവർ അനങ്ങില്ല. ഓക്കെ ആണല്ലോ, ശരി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ അപ്പറിനെ ലൂസാക്കുന്നു. അപ്പറിനെ ലൂസ് ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ആ തിയോഡലൈറ്റിൻ്റെ ടെലിസ്കോപ്പിൽ കൂടി ഞാൻ ഇനി എവിടേക്ക് നോക്കുന്നു, ബിയിലേക്ക് നോക്കുന്നു. ഞാൻ ബിയിലേക്ക് നോക്കിയാണ്. കണ്ടോ, ആംഗിൾ വരുന്നത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. കണ്ടോ, ഞാൻ ബിയിലേക്ക് നോക്കി. ബിയിലേക്ക് ഞാൻ ബൈസെക്ട് ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു ആംഗിൾ കാണാൻ പറ്റുമല്ലേ? ഇവിടെ ഇങ്ങനെ ഒരു ആംഗിൾ എനിക്ക് കാണാൻ പറ്റി. ഈ ആംഗിൾ എനിക്ക് എവിടെ കാണാൻ പറ്റും, എൻ്റെ ലോവർ പ്ലേറ്റിലുള്ള മെയിൻ സ്കെയിലിൽ കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, എന്ത് ചെയ്തു, ലോവർ ലൂസ് ചെയ്തിട്ട് ഞാൻ ഇവിടെ നോക്കി, ലോവർ ടൈറ്റ് ചെയ്തു. അപ്പർ ലൂസ് ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടേക്ക് നോക്കി. എനിക്ക് ആംഗിൾ മെഷർ ചെയ്യാൻ പറ്റി. ഓക്കെ ആണല്ലോ, ഇതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എൻ്റെ ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ പരിപാടി. എൻ്റെ ഹൊറിസോണ്ടൽ ആംഗിൾ എനിക്ക് ഇവിടെ നിന്ന് കിട്ടി, തീറ്റ ആണെന്ന് കിട്ടി. ഓക്കെ, ശരി. ഇനി ഇത് നമുക്കൊന്ന് നോക്കാം, ഇതിൻ്റെ ആ ഫിഗറിലൊന്ന് നോക്കാം. ഇതായിരുന്നു എൻ്റെ ലോവർ പ്ലേറ്റ്. ഇതിനെയാണ് ഞാൻ എന്ത് ചെയ്തത്, എയിലേക്ക് നോക്കിക്കൊണ്ട് ഫിക്സ് ചെയ്ത് വെച്ചത്. ഇതാണ് നമ്മുടെ ക്ലാമ്പിംഗ് സ്ക്രൂ. ഇവിടെ ഒരു ക്ലാമ്പിംഗ് സ്ക്രൂ കാണുന്നുണ്ട്, ഇവിടെ ഒരു ക്ലാമ്പിംഗ് സ്ക്രൂ. താഴെയുള്ള ലോവറും മുകളിലുള്ളത് അപ്പറും. ഓക്കെ, ഞാൻ ഇവിടേക്ക് നോക്കിക്കൊണ്ട് എന്ത് ചെയ്തു, എൻ്റെ ലോവറിനെ ടൈറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അപ്പർ ലൂസ് ആക്കിക്കൊണ്ട് എന്ത് ചെയ്തു, ഇവിടെ നിന്ന് താഴേക്ക് നോക്കി. എനിക്ക് എന്ത് കിട്ടി, ബി എന്ന് പറയുന്ന ആംഗിൾ കിട്ടി. ഇതാണ് ചെയ്തത്. ഇതാണ് എൻ്റെ ലോവർ, അതിൻ്റെ മുകളിൽ അപ്പറുണ്ട്. നോക്കിയേ, അപ്പർ പ്ലേറ്റിൽ ഇതേ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ ഒരു വെർണിയർ കാണാൻ പറ്റും. ഇതുവഴിയാണ് നമ്മൾ സൈറ്റ് ചെയ്യാനുള്ളത്. ഈ സൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനെ വലുതാക്കി കാണിക്കാനുള്ള ഒരു ലെൻസാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ അത് ചെറിയ റീഡിങ്സ് അല്ലേ, നമുക്ക് വലുതാക്കി കാണിക്കാനുള്ള ഒരു ലെൻസാണ് ഇവിടെ കാണുന്നത്. സോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എനിക്ക് എന്തുണ്ട്, എൻ്റെ അപ്പർ പ്ലേറ്റിൽ എന്തുണ്ട്, വെർണിയർ സ്കെയിലുണ്ട്. ഇവിടുത്തെ ലോവർ പ്ലേറ്റിൽ മെയിൻ സ്കെയിലുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീഡിങ് വായിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നത്. ശരി, ഇനി നിങ്ങളൊന്ന് നോക്കിയേ, ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചേ, ഇവിടെ ഈ അപ്പർ പ്ലേറ്റും ലോവർ പ്ലേറ്റും ഒക്കെ കാണണമെങ്കിൽ ഞാൻ മേലിൽ നിന്ന് നോക്കണം. കാരണം എന്താ, ഹൊറിസോണ്ടൽ ആംഗിളാണ് ഞാൻ മെഷർ ചെയ്തെടുത്തത്. ഹൊറിസോണ്ടൽ ആംഗിൾ ഞാൻ മേലിൽ നിന്ന് നോക്കിയാൽ മാത്രമേ എനിക്കിത് കാണാൻ പറ്റത്തുള്ളൂ. ഇനി നിങ്ങൾ ആ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ എന്താ സംഭവിച്ചേ,
ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യം എൻ്റെ ഒരു ടെലിസ്കോപ്പ് ഉണ്ടായിരുന്നു, ഈ പേനയാണ് എൻ്റെ ടെലിസ്കോപ്പ്. ഞാൻ ഇത് വെച്ചിട്ട് എന്ത് ചെയ്തു, ആദ്യം എയിലേക്ക് നോക്കി. ABO, ഞാൻ ഓയിലാണ് നിൽക്കുന്നത്. ആദ്യം ഞാൻ എന്ത് ചെയ്തു, ഈ എൻ്റെ ടെലിസ്കോപ്പിൽ കൂടി ഞാൻ എയിലേക്ക് നോക്കി. എന്നിട്ട് എന്ത് ചെയ്തു, അവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഞാൻ ബിയിലേക്ക് നോക്കി. ആദ്യം എയിലേക്ക് നോക്കി, അവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഞാൻ എങ്ങോട്ട് നോക്കി, ബിയിലേക്ക് നോക്കി. ശരി, നിങ്ങൾക്ക് ഈ ഒരു സർക്കിൾ കാണാൻ പറ്റുമല്ലേ? ഇതിനെ പറയുന്ന പേരാണെന്ത്, വെർട്ടിക്കൽ സർക്കിൾ. ഓക്കെ, വെർട്ടിക്കൽ സർക്കിൾ. ഈ വെർട്ടിക്കൽ സർക്കിൾ ഇതാണെന്ന് വിചാരിക്കുക. ഇതാണ് എൻ്റെ വെർട്ടിക്കൽ സർക്കിൾ. ഈ വെർട്ടിക്കൽ സർക്കിളിൽ ഞാനിപ്പോൾ ഏത് കൈ കൊണ്ടാണ് പിടിച്ചിരിക്കുന്നത്? എൻ്റെ ഇടത് കൈ കൊണ്ടാണ് പിടിച്ചിരിക്കുന്നത്. ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ്. അതിൻ്റെ ഫ്രണ്ടിൽ എന്തുണ്ട്, എൻ്റെ ടെലിസ്കോപ്പ് ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് എന്തുണ്ട്, ടെലിസ്കോപ്പ് ഉണ്ട്. നോക്കിയേ, വെർട്ടിക്കൽ സർക്കിൾ എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണെങ്കിൽ, ഓക്കെ, വെർട്ടിക്കൽ സർക്കിൾ സർവേയറുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണെങ്കിൽ ആ ഒബ്സർവേഷനെ പറയുന്ന പേരാണെന്ത്, ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷൻ. ഓക്കെ, അതിനെ പറയുന്ന പേരാണെന്ത്, ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷൻ. ഓക്കെ, എന്താണ്, ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷൻ. ഓക്കെ, ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷൻ. എന്താ, വെർട്ടിക്കൽ സർക്കിൾ ഈസ് അറ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ഒബ്സർവർ. ഓക്കെ, വെർട്ടിക്കൽ സർക്കിൾ എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണെങ്കിൽ, എൻ്റെ ടെലിസ്കോപ്പിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്, ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷൻ. അതേസമയം വെർട്ടിക്കൽ സർക്കിൾ എൻ്റെ റൈറ്റ് സൈഡിലും ടെലിസ്കോപ്പ് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലും, വെർട്ടിക്കൽ സർക്കിൾ എൻ്റെ റൈറ്റ് സൈഡിലാണെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്, ഫേസ് റൈറ്റ് ഒബ്സർവേഷൻ. എന്താ നോക്കി, ഇപ്പം വെർട്ടിക്കൽ സർക്കിൾ എവിടെയാണ്, എൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലാണ്. സോ അതിനെ പറയുന്ന പേരാണെന്ത്, ഫേസ് റൈറ്റ് ഒബ്സർവേഷൻ. എന്താ ഫേസ് റൈറ്റ് ഒബ്സർവേഷൻ, വെർട്ടിക്കൽ സർക്കിൾ ഈസ് അറ്റ് റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ഒബ്സർവർ. അതിനെ പറയുന്ന പേരാണെന്ത്, ഫേസ് റൈറ്റ് ഒബ്സർവേഷൻ. ശരി, ഇതാ നോക്കിയേ, ഇനി ഞാൻ എന്താ ചെയ്തത്, തൽക്കാലം ഞാൻ ഫേസ് ലെഫ്റ്റ് ആണ് ചെയ്തതെന്ന് വെച്ചോ. നേരത്തെ ഞാൻ എന്ത് ചെയ്തു, ആദ്യം ഞാൻ എയിലേക്ക് നോക്കി, എൻ്റെ ടെലിസ്കോപ്പ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ എയിലേക്ക് നോക്കി, ടെലിസ്കോപ്പ് വെച്ചിട്ട് ഞാൻ എയിലേക്ക് നോക്കി. പിന്നെ എന്ത് സംഭവിച്ചു, അതിനെ ഞാൻ റൊട്ടേറ്റ് ചെയ്ത് ഞാൻ ഇവിടെ നോക്കി, ബിയിലേക്ക് നോക്കി. ഇത്രയാണ് സംഭവിച്ചത്. ഓക്കെ, ഈ റൊട്ടേഷൻ ഏത് പ്ലെയിനിലാണ് നടന്നേ? ഈ ഒരു റൊട്ടേഷൻ, ഈ ടെലിസ്കോപ്പിന്റെ റൊട്ടേഷൻ. എന്താ നോക്കിയേ, ടെലിസ്കോപ്പ് റൊട്ടേറ്റ് ചെയ്തോ എന്ന് അറിയണമെങ്കിൽ ഞാൻ എവിടെ നിന്ന് നോക്കണം, ഇതിന്റെ മുകളിൽ നിന്ന് നോക്കണം അല്ലേ. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് റൊട്ടേറ്റ് ചെയ്തത്. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, മേലിൽ നിന്ന് നോക്കണം. ഉദാഹരണത്തിന് എങ്ങനെ, ഇതായിരുന്നു എൻ്റെ ടെലിസ്കോപ്പിൻ്റെ ആദ്യത്തെ ഡയറക്ഷൻ. എന്നിട്ട് അതെന്ത് ചെയ്തു, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു അല്ലേ, ഈ റൊട്ടേഷൻ കാണണമെങ്കിൽ നിങ്ങൾ എവിടെ നോക്കണം, മുകളിൽ നിന്ന് നോക്കണം. കാരണം എന്താ, റൊട്ടേഷൻ നടക്കുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ്. ഓക്കെ, റൊട്ടേഷൻ നടക്കുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഈ ടെലിസ്കോപ്പ് റൊട്ടേറ്റ് ഇൻ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ടെലിസ്കോപ്പ് റൊട്ടേറ്റ് ചെയ്താൽ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്വിങ്ങിങ് അല്ലെങ്കിൽ സ്വിങ് ഓഫ് ടെലസ്കോപ്പ്. ഓക്കെ, ടെലസ്കോപ്പിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യിക്കുന്നതിനെ പറയുന്ന പേരാണ് എന്ത്, സ്വിങ്ങിങ് ഓഫ് ടെലിസ്കോപ്പ്. ഓക്കെ, ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആക്സിസ് ഏതായിരിക്കും, നിങ്ങളുടെ ഫാൻ. നിങ്ങൾ കിടന്നിട്ട് മുകളിലേക്ക് നോക്കിയാൽ ആ ഫാൻ എങ്ങനെ കറങ്ങുന്നത്, നമ്മളിങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ ഫാൻ കറങ്ങുന്ന കാണാം അല്ലേ. അത് ഏത് പ്ലെയിനിലാണ് കറങ്ങുന്നത്, അത് കറങ്ങുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് കറങ്ങുന്നത്. അത് ഏത് പോയിന്റിന് എബൌട്ടായിട്ടാണ് കറങ്ങുന്നത്, ആ ഫാനിൻ്റെ ഷാഫ്റ്റിന് എബൌട്ടായിട്ടാണ് കറങ്ങുന്നത് അല്ലേ. ഷാഫ്റ്റ്, അത് തൂക്കിയിട്ടിരിക്കുന്ന ആ ഒരു ഷാഫ്റ്റിന് എബൌട്ടായിട്ടാണ് അത് റൊട്ടേറ്റ് ചെയ്തത്. ആ ഷാഫ്റ്റ് ഏത് പ്ലെയിനിലാണ് കറങ്ങുന്നത്, ഇങ്ങനെ താഴേക്ക് അല്ലേ, വെർട്ടിക്കൽ പ്ലെയിൻ. സോ telescope rotate in horizontal plane about a vertical axis. ഇതിനെ പറയുന്ന പേരാണെന്ത്, swinging of
ടെലിസ്കോപ്പ് എന്നാണ് ഇതിനെ പറയുന്നത്. ശരി, ഇനി ഇതാ നോക്കിയ നേരത്തെ നമ്മൾ ചെയ്ത ഒരു പരിപാടിയുണ്ട്. ആദ്യം എന്തായിരുന്നു, എൻ്റെ വെർട്ടിക്കൽ സർക്കിൾ. എൻ്റെ വെർട്ടിക്കൽ സർക്കിൾ എവിടെയായിരുന്നു? എൻ്റെ ലെഫ്റ്റ് സൈഡിലായിരുന്നു. അതിൻ്റെ മുമ്പിൽ ആരുണ്ടായിരുന്നു? ടെലിസ്കോപ്പ് ഉണ്ടായിരുന്നു അല്ലേ? എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? റൈറ്റിലേക്ക് ഇങ്ങനെ സ്വിങ് ചെയ്തു. അതിനെ പറയുന്ന പേരാണെന്ത്? ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷൻ. നോക്കിയേ, എനിക്ക് ഈ ഫേസ് ലെഫ്റ്റിനെ ഫേസ് റൈറ്റ് ആക്കണം. എന്ത് ചെയ്യും? അതാണ് ചോദ്യം. എനിക്ക് ഇതിപ്പം ഇതാണ് എൻ്റെ വെർട്ടിക്കൽ സർക്കിൾ. ഈ വെർട്ടിക്കൽ സർക്കിൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഫേസ് ലെഫ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. എനിക്ക് ഇതിനെ ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ ഫേസ് റൈറ്റ് ആയി. നോക്കി, ഇങ്ങനെ കൊണ്ടുവരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ തിയോഡലൈറ്റിനെ എങ്ങനെയൊക്കെ ഞാൻ റൊട്ടേറ്റ് ചെയ്യണം ഇങ്ങനെ കൊണ്ടുവരാനായിട്ട്? ഇത് തിരിച്ചൊക്കെ വെക്കണം. അതൊന്നും നടക്കില്ല. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? നോക്കി, അതിന് നിങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം എൻ്റെ പേനയുടെ ക്യാപ്പാണ് നിങ്ങളുടെ എന്ത്? ഒബ്ജക്റ്റീവ് ലെൻസ്. അതായത് എൻ്റെ ഒബ്ജക്റ്റിലേക്ക് എയിലേക്ക് നോക്കി നിൽക്കുന്നത് ഈ പോയിന്റാണ്, ഈ ക്യാപ്പിൻ്റെ പോയിന്റാണ്. സോ ഞാൻ എന്ത് ചെയ്തു? ആ ക്യാപ്പ് നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ കാണിച്ചിരിക്കുകയാണ്. നോക്കി, ഇതാണ് ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷൻ. ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ ടെലിസ്കോപ്പ് അത് വെർട്ടിക്കൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യുമല്ലോ. ടെലിസ്കോപ്പിനെ ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്നു. നിങ്ങളെ നോക്കിയിരിക്കുന്ന ക്യാപ്പ് എന്നെ നോക്കി. അതായത് ഒബ്ജക്റ്റ് ലെൻസ് എവിടെ നോക്കി? എന്നെ നോക്കി. ഓക്കെ, എനിക്ക് നോക്കാനുള്ളത് എന്നെ അല്ല, നിങ്ങളുടെ പോർഷനിലാണ് എനിക്ക് കിട്ടാനുള്ളത്. അതിന് ഞാൻ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ വെച്ചുകൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യുന്നു? സ്വിങ് ചെയ്താൽ മതി അല്ലേ? ടെലിസ്കോപ്പിനെ ഇങ്ങനെ സ്വിങ് ചെയ്യിക്കുന്നു. ടെലിസ്കോപ്പിനെ ഇങ്ങനെ ഞാൻ സ്വിങ് ചെയ്യിച്ചു. കണ്ടോ? ഇപ്പം വീണ്ടും എന്ത് സംഭവിച്ചു? പേനയുടെ ക്യാപ്പ്, അതായത് ഒബ്ജക്റ്റീവ് ലെൻസ് വീണ്ടും നിങ്ങളെ നോക്കി നിൽക്കുന്നു. വെർട്ടിക്കൽ സർക്കിൾ എൻ്റെ റൈറ്റ് ഹാൻഡിലുമായി. ഓക്കെ ആണല്ലോ? ഒന്നുകൂടെ പറയാം. വെർട്ടിക്കൽ സർക്കിൾ എൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ, പേനയുടെ ക്യാപ്പാണ് എൻ്റെ ഒബ്ജക്റ്റീവ്. അതെനിക്ക് നിങ്ങളെയാണ് നോക്കി നിൽക്കാനുള്ളത്. നിങ്ങളെ ഇപ്പോൾ നോക്കി നിൽക്കുമ്പോൾ ഇതെന്താണ്? ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷനാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ ടെലിസ്കോപ്പിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഏത് പ്ലെയിനിൽ? വെർട്ടിക്കൽ പ്ലെയിനിൽ ഞാൻ ഇങ്ങനെ ബാക്കിലേക്ക് റൊട്ടേറ്റ് ചെയ്തതാ. കണ്ട, പേന എന്നെ നോക്കി നിൽക്കുന്നു. അതായത് ഒബ്ജക്റ്റീവ് ലെൻസ് എന്നെ നോക്കി നിൽക്കുന്നു. അത് പോരാ, എനിക്ക് നിങ്ങളെയാണ് കാണാനുള്ളത്. സോ ഞാൻ എന്ത് ചെയ്യുന്നു? അതിനെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. കണ്ടോ? ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഞാൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്തു. ഇപ്പോൾ എന്ത് സംഭവിച്ചു? വെർട്ടിക്കൽ സർക്കിൾ എൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വന്നിട്ടുണ്ട്. ഓക്കെ, വെർട്ടിക്കൽ സർക്കിൾ എൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വന്നു. അങ്ങനെ ഞാൻ ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷനിൽ നിന്നും ഞാൻ എന്ത് ചെയ്യുന്നു? ഫേസ് റൈറ്റ് ഒബ്സർവേഷനിലേക്ക് മാറി. ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? ചേഞ്ചിങ് ദി ഫേസ് എന്ന് പറയും. ഓക്കെ, ഇതിനെന്ത് ചെയ്യാൻ? എനിക്ക് തിരിച്ചും പറയാം. ഫേസ് റൈറ്റിൽ നിന്നും ഫേസ് ലെഫ്റ്റിലേക്ക് മാറ്റിയാലോ അതിനെ പറയുന്ന പേരാണെന്ത്? ചേഞ്ചിങ് ദി ഫേസ്. ഇനി ഇതിൽ PSC ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? നോക്കി, ആദ്യം ഫേസ് ലെഫ്റ്റ്. ഈ ഫേസ് ലെഫ്റ്റിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? ആദ്യം എൻ്റെ ടെലിസ്കോപ്പിനെ വെർട്ടിക്കൽ പ്ലെയിനിൽ 180 ഡിഗ്രി കറക്കി. എന്ത് ചെയ്തു? വെർട്ടിക്കൽ പ്ലെയിനിൽ ഞാൻ എന്ത് ചെയ്തു? 180 ഡിഗ്രി കറക്കി. ഈ ഒരു പ്രൊസീജിയർ, ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ ഞാൻ എൻ്റെ ടെലിസ്കോപ്പിനെ 180 ഡിഗ്രി തിരിക്കുന്ന ഈ ഒരു പ്രൊസീജിയറിനെ പറയുന്ന പേരാണ് ട്രാൻസിറ്റിംഗ് അഥവാ പ്ലഞ്ചിങ് അഥവാ റിവേഴ്സിങ്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ട്രാൻസിറ്റിംഗ് ഓർ പ്ലഞ്ചിങ് ഓർ റിവേഴ്സിങ്. ഓക്കെ, ട്രാൻസിറ്റിംഗ് ഓർ പ്ലഞ്ചിങ് ഓർ റിവേഴ്സിങ് എന്താ? റൊട്ടേഷൻ ഓഫ് ടെലസ്കോപ്പ്. ഏത് പ്ലെയിനിൽ? ഇൻ വെർട്ടിക്കൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ അത് ഏത് ആക്സിസിന് അബൌട്ട് ആയിട്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യാതെ? ഹൊറിസോണ്ടൽ ആക്സിസിന് അബൌട്ട് ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യാതെ അല്ലേ? അബൌട്ട് ഹൊറിസോണ്ടൽ ആക്സിസിനെ പറയുന്ന മറ്റൊരു പേര് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? എന്താ? ട്രൂണിയൻ ആക്സിസ് ഇൻ 180 ഡിഗ്രിയിൽ കറക്കുന്ന ഈ ഒരു പ്രൊസീജിയറിനെ പറയുന്ന പേരാണെന്ത്? ട്രാൻസിറ്റിംഗ് അഥവാ പ്ലഞ്ചിങ് അഥവാ റിവേഴ്സിങ്. ഓക്കെ, ഇത് ഏത് പ്ലെയിനിലാണ് റൊട്ടേറ്റ് ചെയ്തത്? പ്ലഞ്ചിങ് അഥവാ ട്രാൻസിറ്റിംഗ് നടക്കുന്നത് വെർട്ടിക്കൽ പ്ലെയിനിലാണ്. ഓക്കെ, സ്വിങ്ങിങ് നടക്കുന്നത് എവിടെയാണ്? ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ്. ഓക്കെ, സ്വിങ്ങിങ് നടക്കുന്നത് എവിടെയാണ്?
ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ്, എബൌട്ട് വെർട്ടിക്കൽ ആക്സിസ്. ഈ വെർട്ടിക്കൽ ആക്സിസിന് മറ്റൊരു പേരുണ്ട് അസിമുത്ത് ആക്സിസ്. അസിമുത്ത് ആക്സിസ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇതിൻ്റെ ആ ഒരു പ്രൊസീജിയറിൽ സംഭവിച്ച കാര്യങ്ങളുടെ ഡെഫിനിഷനായിട്ട് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി നോക്കാനുള്ളത്, ഒന്ന് ടെലിസ്കോപ്പ് നോർമൽ. ടെലിസ്കോപ്പ് നോർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെലിസ്കോപ്പ് നോർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല, ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷനെ പറയുന്ന പേരാണ് എന്ത്? ടെലിസ്കോപ്പ് നോർമൽ. ടെലിസ്കോപ്പ് നോർമൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടെലിസ്കോപ്പ് ഇൻവെർട്ടഡ്. ഓക്കെ, ടെലിസ്കോപ്പ് ഇൻവെർട്ടഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫേസ് റൈറ്റ് ഒബ്സർവേഷനെ പറയുന്ന മറ്റൊരു പേരാണെന്ത്? ടെലിസ്കോപ്പ് ഇൻവെർട്ടഡ്. ഓക്കെ, ഈ ഇത്രയും ടേംസും അതുപോലെ നമ്മുടെ ക്ലാമ്പിംഗ് സ്ക്രൂസും. ഓക്കെ, ക്ലാമ്പിംഗ് സ്ക്രൂസുമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ, ശരി. ഈ പോർഷൻ എന്തെയിൽ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇത്രയും കാര്യം എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ഡീൽ ചെയ്യാനുള്ള എന്താണ്? മെഷർമെൻറ്റ്സ് ഓഫ് ഹൊറിസോണ്ടൽ ആംഗിളിൻ്റെ ഡിഫറൻസ് മെത്തേഡ് എന്താണ്, മെഷർമെൻറ്റ്സ് ഓഫ് വെർട്ടിക്കൽ ആംഗിളിൻ്റെ ഡിഫറൻറ്റ് മെത്തേഡ്സ് എന്താണ്, അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡീൽ ചെയ്യാം. ARC, the Gate Kochi Hub of Kerala.